അപ്പൊ 5 വഖത്ത് നിസ്കരിക്കാത്തവന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ നിസ്കരിക്കുന്ന എന്തിനാ ഉസ്താദ് ചോദിക്കുമല്ലോ. പള്ളി പോവുക, ഇമാം എക്സസൈസ് ചെയ്യുന്നു, പുറകെ പോയി ചെയ്യുന്നു. ഇമാം എന്തൊക്കെയോ ചെയ്യുന്നു, ഞാൻ പുറകെ പോയി കൈകെട്ട ഇങ്ങോട്ട് നോക്കുക, ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുക, അസ്സലാമു അലൈക്കും ഓടുക. ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പൊ നിസ്കരിച്ച എന്ത് കിട്ടൂല്ലേ? നിസ്കരിച്ച എന്താ പ്രതിഫലല്ലേ? എടാ ചങ്ങാതി, നിസ്കരിച്ച നീ ചോദിക്കുമല്ലോ ഉസ്താദ് ഇപ്പൊ പള്ളി പോയിട്ട് എന്തോ കിട്ടാനാ? ഞാൻ പറഞ്ഞു തരാം. ഒരു ഉദാഹരണം ചോദിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സാമ്പത്തികമായിട്ട് ഏകദേശമുള്ളവരൊക്കെ ഇപ്പൊ തീരുമാനമായില്ലേ? പഴയതുപോലെ കച്ചവടമൊന്നുമില്ല. പണ്ടൊക്കെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഷവായി, തന്തൂരി, അൽഫഹം, ഷവർമ, മന്തി ബിരിയാണി, കുഴിമന്തി, മഹദി, എന്തൊക്കെയായിരുന്നു നമ്മുടെ വീട്ടിലില്ലേ? വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ഇതേ ഇറങ്ങത്തുള്ളൂ, വേറെ ഒന്നും ഇറങ്ങൂല. വേറെ ഒന്നും നമുക്കൊന്നും തിന്നാൻ പറ്റൂല. പടച്ചവനെ, നമ്മുടെ വീടിന്റെ അകത്ത് എന്തൊരു ആർഭാടം, എന്തൊരു ആഘോഷം. ഇപ്പോഴോ ചോറും കറിയിലേക്ക് തിരിച്ചു. ചപ്പാത്തി എന്തേ സഹോദര? ഏകദേശമുള്ള എല്ലാവരുടെ വീടിന്റെ അകത്തും സാമ്പത്തികമായിട്ട് ഞെരുക്കം. പണ്ടൊക്കെ കച്ചവടത്തിൽ കടന്ന് ക്യാഷറായിട്ടിരിക്കുന്നവൻ ഡോർ അങ്ങോട്ട് തുറക്കുമ്പോ തിളങ്ങണ നോട്ട. അള്ളാഹുവേ, അവന്റെ മുഖത്തൊരു പ്രകാശം കാണണം. ഇന്ന് നല്ല കച്ചവടം നടന്നു, ആ കാശ് കാണുമ്പോ അവന്റെ മുഖത്ത് പ്രകാശം. ഇന്ന് അങ്ങോട്ട് തുറക്കുമ്പോ കണ്ണു തള്ളിയിട്ട് സ്റ്റാഫിന്റെ മുഖത്ത് നോക്കാം, അവന് എന്നെ കൊടുക്കാൻ ശമ്പളം ഇല്ല. എന്തുകൊണ്ട് ഇങ്ങനെയായി? സാമ്പത്തികമായി നീ ഇങ്ങനെ തകരാനുള്ള കാരണം എന്താ? പെണ്ണും പിള്ളയ്ക്ക് മക്കൾക്ക് പോലും ചോറ് കൊടുക്കാനില്ലാതെ നീ ആവാനുള്ള കാരണം എന്താ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഒരു മറുപടി ഞാൻ പറയട്ടെ ചങ്ങാതിമാരെ. സാമ്പത്തികമായിട്ട് ഇത്രയും തകരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാ പറയും ഉസ്താദെ, കേന്ദ്ര സർക്കാരിന്റെ ഭരണം, നോട്ട് നിരോധനം, GST, വെള്ളപ്പൊക്കം. നിന്നെ പച്ച മടല് വെട്ടിയിട്ട് തല്ലണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഈ നാട്ടിൽ കിടക്കണ നിന്റെ വീടിന്റെ അകത്ത് നിനക്കും പെണ്ണും പിള്ളയ്ക്കും തിന്നാനില്ലാത്തതിന്റെ കാരണം അവനാ? കേന്ദ്ര സർക്കാരാ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എടാ, നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനില്ലാത്തതിന്റെ കാരണം നോട്ട് നിരോധനമാ? GST അല്ല, നിന്റെ കുടുംബത്തിന്റെ കയ്യിലിരിപ്പ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വേറെ ആരെയും കുറ്റം പറയണ്ട. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് പട്ടിണി വന്നിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഒരാളെയും നീ കുറ്റം പറയരുത്. നിന്റെ കുടുംബത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ നിനക്കല്ല ഈ ഗതി വരുത്തിയത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തെളിവുൾപ്പെടെ പറഞ്ഞു തരട്ടെ. തെളിവുൾപ്പെടെ ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാട്ടില് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരില്ലേ? എന്താ തങ്ങള് കൂലിപ്പണി എന്ന് പറഞ്ഞാൽ അറിയില്ല? വാഴയ്ക്കും തെങ്ങിനൊക്കെ എന്താ ശമ്പളം? എത്ര ശമ്പളം? 600, 700, 800. മേശിരിക്കും, ഹെൽപ്പറിനോ? തങ്ങളോട് വിചാരിക്കത്തില്ലല്ലോ. ഒരു 900 കിട്ടൂലേ? ഈ ആശാരി പണിക്ക് പോകുന്നവന്, മീൻ കച്ചവടക്കാരൻ, ഓട്ടോ ഓടിക്കാൻ പോകുന്നവന് ശമ്പളം ഉണ്ടില്ലേ? അല്ല. എല്ലാവർക്കും 500, 1000, 600, 700, 900 അവനവന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇങ്ങനെ കൂടും. എന്ന പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ സാഹിബിന്റെ ശമ്പളം അറിയോ? പള്ളിയിൽ ബാങ്ക് വിളിക്കണ മുഅദ്ദിനില്ലേ, മദ്രസയെ പഠിപ്പിക്കണ ഉസ്താദിന്റെ ശമ്പളം അറിയോ? ബോധം കെട്ടുന്നൊന്നും വീടരുത്, ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ജോലി ചെയ്യുന്ന ഉസ്താദന്മാരുടെ ശമ്പളം 100 രൂപ, 150 രൂപ, 200 രൂപ, ഇത്രയൊക്കെ ഉള്ളൂ. അള്ളാടെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മോദി സാഹിബിന്റെ ഒരു ദിവസത്തെ ശമ്പളം പടച്ചവനെ 6000 രൂപ, 7000 രൂപ, 8000 രൂപ. നേരം വിളിയാ അല്ല, ഉസ്താദെങ്ങാണ് ശമ്പളം കൂട്ടിയാ പറഞ്ഞു വിട്ടേരെ കൊടുക്കണ്ട. അവന്റെ കുടുംബത്തിൽ നിന്നല്ലേ എടുത്തു കൊടുക്കണേ. പ്രസിഡന്റിന്റെ കുടുംബത്തിൽ നിന്ന് എടുത്തു കൊടുക്കുക. ശമ്പളം കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ വഖഫ് സ്വത്ത്, വല്ലവന്റെ സ്വത്ത് അമ്മ എടുത്തു കൊടുക്കാൻ പോലും മടി. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ 200 രൂപയും 150, 100, 150, 200 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന പള്ളിയിലെ മുഅദ്ദിൻ സാഹിബിന്റെ പെണ്ണുമ്പുള്ള പട്ടിണി അടക്കുന്നുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുഅല്ലിമിന്റെ ഭാര്യയും മക്കളും പട്ടിണി അടക്കുന്നുണ്ടോ? അടിച്ചു പൊളിച്ച് ജീവിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട് ഉസ്താദിനും കറണ്ട് ബില്ല് അടക്കണ്ടേ? പള്ളിയിലെ മോദി സാഹിബ് പലരുടെ കടയിൽ പോയിട്ട് ഫാത്തിഹ ഹോദിയ കിട്ടുമോ? എന്നും അരി കിട്ടുവോ? പച്ചക്കറിക്കാരൻ്റെ അടുത്ത് പോയിട്ട് നിന്റെ വാപ്പാടെ കബർ വിശാലാകട്ടെ എന്ന് പറഞ്ഞാൽ എന്നും പച്ചക്കറി കിട്ടുവോ? മീൻകാരന്റെ തലയെ പിടിച്ച് ചോദിയ എന്നും അയിലയും അല്ലല്ലോ കിട്ടുവോ? ഇല്ലല്ലോ.
എടാ ഉസ്താദിന്റെ മീൻ വാങ്ങണം, ഇറച്ചി വാങ്ങണം, അരി വാങ്ങണം, പച്ചക്കറി വാങ്ങണം, ഭാര്യയ്ക്ക് മാക്സി എടുക്കണം, ചുരിദാർ എടുക്കണം, പർദ്ദ എടുക്കണം, മോതിരം വാങ്ങണം, അവള് ചോദിക്കുന്നൊക്കെ വാങ്ങിക്കൊടുക്കണം. ഉസ്താദിന്റെ മോളുണ്ട്, ട്യൂഷന് വിടണം, ട്യൂഷൻ വിടുമ്പോ ഫീസ് കൊടുക്കണം, വസൂലി കൊടുക്കണം, പടച്ചവനെ സ്കൂളിലെ പുസ്തകം വാങ്ങണം. ഇതെല്ലാം ഉസ്താദിന്റെ 10,000-നകത്ത് കിട്ടുന്നു. എല്ലാ ചെലവും അതിനകത്ത് കിട്ടുന്നു. എന്റെ പ്രിയമുള്ളവരെ, മാസം നോക്കുമ്പോ അള്ളാഹുവെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിയാ പൈസ ബാങ്കിൽ കൊണ്ടിടുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദിന് ആകെ കിട്ടുന്ന എത്ര? 10,000, 12,000, 13,000, 15,000. പക്ഷേ ഉസ്താദിന്റെ വീട്ടിലെ സർവ്വ ചെലവുകളും കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിയാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദന്മാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഉസ്താദന്മാരുടെ കുത്തക അവകാശമല്ലേ ബർക്കത്ത്, നിനക്ക് കിട്ടൂലേ? സഹോദര, ബർക്കത്ത് എന്ന് പറയുന്നത് ഉസ്താദന്മാർക്ക് മാത്രമല്ല. താത്താമാരെ, ഉസ്താദ് പെണ്ണിട്ടാൻ വന്നിരുന്നല്ലോ. ഉസ്താദ് പെണ്ണ് കാണാൻ വന്നപ്പോ ശമ്പളം ഒന്നുമില്ല, വേണ്ട. ഉസ്താദന്മാരെ കെട്ടാനൊന്നും ആർക്കും വയ്യായിരുന്നു, ഗൾഫ് മതിയായിരുന്നു. ഇപ്പോഴോ ഉസ്താദിന്റെ പെണ്ണുമ്പിള്ളയെ പരിചയം ഉണ്ടെങ്കിൽ ചോദിക്ക് ജീവിതം എങ്ങനെ ഉണ്ടെന്ന്. പൊളിച്ചോണ്ട് കിടക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പൊന്നു കാക്ക, നിങ്ങൾ ഇരുന്നോ, ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തോളാം. ഇരുന്നോളെ, ഇൻഷാ അല്ലാഹ്. ചങ്ങാതി ഇടയ്ക്കിടയ്ക്ക് ബക്കറ്റായിട്ട് വരുമ്പോ എനിക്കും പേടി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ട് ചിരിക്കാൻ പറഞ്ഞതല്ല, എന്തുകൊണ്ട് എന്റെ സഹോദര, ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും അള്ളാഹു ചില വീട്ടിൽ പട്ടിണി കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും ഒരു വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടാകില്ല. അത് മോഡി ഭരിച്ചാലും ദജ്ജാല് ഭരിച്ചാലും. സാക്ഷാൽ അംബാനി ഉണ്ടല്ലോ, അംബാനിയുടെ വീട് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോ, മുംബൈ പോയപ്പോ കണ്ട്. എന്നാ വീടാന്നറിയോ? അല്ലാഹുവേ. എടാ, അംബാനിയുടെ വീടിന്റെ അകത്ത് തിന്നാൻ ചോറില്ലെങ്കിലും ഈ നാട്ടിലെ നിന്റെ കൂരയ്ക്കകത്ത് മരിക്കണ കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ കുടുംബവും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. മരിക്കുന്ന കാലം വരെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും അള്ളാഹു ഭക്ഷണം തരും. ഒരു കാര്യം ചെയ്യണം, അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എടാ, നീ വേണമെങ്കിൽ പോക്ക്, എനിക്കൊരു നിർബന്ധവും ഇല്ല. നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളും പട്ടിണി അടന്ന എനിക്കെന്നാ? നിനക്ക് വേണമെങ്കിൽ പൊക്കിയാ മതി. ചിലർക്ക് കൈ പൊക്കാൻ മടി. നീ പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുത്തോ. സംഘടനകൾക്ക് അപേക്ഷ കൊടുത്തിട്ട് നീ കടന്ന് യാചിക്ക്, ഓരോ വീടും കയറി ഇറങ്ങി പിരിവെടുക്ക്. എനിക്ക് ഇവിടെ എന്താ? എനിക്ക് എന്റെ പെണ്ണുമ്പിള്ളയുടെ മക്കളുടെ കാര്യം നോക്കിയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ നിങ്ങളാരെയും നന്നാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഉള്ള കാര്യം ഞാൻ പറയാം. നിങ്ങളിൽ ഒരാളെയും നന്നാക്കാനല്ല ഞാൻ വഴുതു പറയുന്നത്. ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. ആമീൻ പറ. കാരണം ആരുടെ ആമീന കേൾക്കണമെന്ന് അറിയത്തില്ല. ഒരു ആമീൻ പറ, നല്ലതുപോലെ പറ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അല്ലാതെ നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഴുതു പറയുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എനിക്ക് എന്റെ പെണ്ണുമ്പിള്ളയുടെ കാര്യം നോക്കിയാൽ മതി. എന്റെ കുടുംബത്തിന്റെ കാര്യം എന്തായാലും അൽഹംദുലില്ലാഹ് ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന കാലത്തോളം എനിക്ക് റബ്ബ് തരും ഭക്ഷണം. എനിക്ക് ആ വിശ്വാസമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യോ? ഞാനല്ല പറഞ്ഞത്, ഖുർആനാ പറയണേ. നിങ്ങൾ വിചാരിക്കും പിരിവ് തുടങ്ങാറായെന്ന്. ആർക്ക് വേണം പൈസ? നിങ്ങൾ വിചാരിക്കും ഞാൻ 30 ലക്ഷം വേണം, പിരിവ് തുടങ്ങി, സ്വർണ്ണമോതിരം കയറ്റിയിടണ്ട, അവിടെ തന്നെ കിടക്കട്ടെ, എനിക്ക് വേണ്ട, എനിക്കിങ്ങടെ ആരുടെ ഒന്നും വേണ്ട. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം കൊടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യാൻ മനസ്സുള്ളവര് കൈവക്ക്. കൈവക്കാത്തവ ഇപ്പൊ ഇരുന്ന് മോങ്ങണ കൂടെ കാണാം കേട്ടോ. കൈപൊക്കാത്തവന്റെ മുഖത്ത് നോക്കണം. ശശിയാവുന്നത് ഇപ്പൊ കാണാം. നോക്കണം. അമിനത്തെ നോക്കിക്കോ. അടുത്ത് പൊക്കാതിരിക്കണ ആ ഉമ്മയുടെ മുഖത്ത് നോക്കണം. ഇതങ്ങട്ട് കേട്ട് കഴിയുമ്പോ അല്ലോ ഇതായിരുന്നു അല്ലാ, പൊക്കാനും പറ്റിയില്ല, ഇനി പിരിവിനടക്കണമല്ലോ അല്ലാ.
അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനല്ല പറയുന്നത്, അള്ളാഹുവാണ്, അള്ളയാണ് പറയുന്നത്. വീട്ടിൽ പോയി ഖുർആൻ എടുക്ക്. 114 സൂറത്തുകൾ. ആ 114 സൂറത്തുകളിൽ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആ അധ്യായത്തിന്റെ അവസാനം എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ نسألك رزقا نحن نرزقك والعاقبة للتقوى. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം, നീ പോണ്ട. അല്ല പറഞ്ഞു എന്ത്? നീ അല്ലട റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരും, നീ കടന്ന് തലകുത്തി മറിയണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ അള്ളാഹുവെ, ആരൊക്കെ ഈ സദസ്സിലിരുന്നു കൊണ്ട് ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയുന്നു, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഈ ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് നീ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഒന്നുകൂടെ പറ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, 5 വഖത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാൽ മതി, ഞാൻ തരും മരിക്കണ കാലം വരെ ഭക്ഷണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എടാ, അല്ല പറയാ, നീ തലകുത്തിയൊന്നും അറിയണ്ട. 5 വഖത്ത് നിസ്കരിക്കു. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളിയിലെ ഉസ്താദിന്റെ വീട്ടിൽ പട്ടിണി ഇല്ലാത്ത അതുകൊണ്ടാ വാപ്പ. പള്ളിയിലെ മോദി സാഹിബിന്റെ പെണ്ണുമ്പുള്ള തെണ്ടാ നടക്കാത്തത് അദ്ദേഹം 5 വഖത്ത് പള്ളി നിസ്കരിക്കുന്നത് കൊണ്ടാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ വീട്ടിലില്ലാത്തതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായോ? അല്ലോ, പള്ളി ബാങ്ക് വിളിച്ച് നിസ്കരിക്കാൻ പോടാ, കച്ചവടക്കാരനോട് പോടാ. അളിയ, നിസ്കരിക്കാൻ പള്ളി പോകുമ്പോ ഒരാള് വന്നാ കച്ചവടം പോയടാ അല്ലേ? ഞാൻ നിസ്കരിക്കാൻ ഇപ്പൊ പള്ളിക്കകത്ത് കേറിയ എന്റെ കച്ചവടം പോകും. ഞാൻ പോകുന്നില്ല. ഇപ്പൊ കച്ചവടം ഉണ്ടോ? ഈച്ച അടിച്ചോണ്ടിരിക്കുക അവിടെ. ഇപ്പൊ ഈച്ച അടിച്ചോണ്ടിരിക്കുക. അല്ലോ, പള്ളിയുടെ ചുറ്റുഭാഗത്തും കൊട്ടാരം. ഇങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. ഗൾഫിൽ നിന്ന് നോട്ടുമഴ വീണുമായിരുന്നു. ഭർത്താവ് ഇങ്ങനെ അയച്ചു കൊടുക്കും. ഇപ്പൊ ഉണ്ടോ? ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. താത്ത, അല്ല ആരാന്നറിയാമോ? അല്ലാഹ്ക്ക് തരാനും അറിയാം. പള്ളിയുടെ മുന്നിൽ നിന്നെ കൊണ്ടിരുത്തി തെണ്ടിപ്പിക്കാനും അല്ലാഹ്നറിയാം. മറന്നുപോകരുത്. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. എടാ, നിനക്ക് തരാനും അല്ലാഹ്ക്ക് അറിയാം. പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി നിന്റെ പെണ്ണുമ്പിളയെ കൊണ്ട് തെണ്ടിപ്പിക്കാനും പടച്ച റബ്ബിനറിയാം. ചെയ്യിപ്പിക്കരുത് അല്ലാഹ്നെ കൊണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, എന്തുകൊണ്ട് നിന്റെ വീടിന്റെ അകത്ത് ദാരിദ്ര്യം വന്നു? നിസ്കരിക്കാത്തത് കൊണ്ട്. നിങ്ങളൊക്കെ നിസ്കരിക്കും കേട്ടോ, നല്ലവരാ. എന്നാ നിന്റെ പെണ്ണുമ്പുള്ള ആമീന നിസ്കരിക്കോ? നിങ്ങളൊക്കെ നല്ലവർ, 5 വഖത്ത് നിസ്കരിക്കുന്ന നല്ല ആൾക്കാരാ. പക്ഷെ വീട്ടിൽ പെണ്ണുമ്പിള്ളയുണ്ട്, നിസ്കരിക്കോ? പറവകളെ പോലെ മുടിയും വെളുത്തി കിടക്കണം 3-4 ഉണ്ടല്ലോ, നിസ്കരിക്കോ? ഓ പടച്ചോനെ, അതില്ല ഉസ്താദെ. എന്തേ അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? നിന്റെ ഭാര്യയും മക്കളും എന്തേ മുസ്ലിമീങ്ങളല്ലേ? അവർക്ക് അള്ളാഹു പ്രത്യേക എന്തെങ്കിലും മസല വെച്ചിട്ടുണ്ടോ? മദ്രസയെ പഠിച്ചിട്ടുണ്ട്, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? പറയണ മക്കളെ, എന്ത് ചെയ്യണോടാ? പ്രായമുള്ളതൊക്കെ വായി നോക്കിയിരിക്കും. എന്ത് ചെയ്യണം? അടിക്കാൻ. 7 വയസ്സുള്ളവനെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം, എന്നിട്ട് നിസ്കരിപ്പിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവപ്പിക്കുക. ഒന്ന് കണ്ടിട്ട് മരിക്കാനുള്ള ആഗ്രഹങ്ങൾ. ആരെങ്കിലും പൊക്കറോ? ഒരാളെങ്കിലും നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ, ഉമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്ക. ആണുങ്ങൾ ആരുമില്ല. 3-4 പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഈ കൈപൊക്കാത്ത നിങ്ങളുടെ എല്ലാവരുടെയും ആമക്കളും പെമ്മക്കളും 5 വഖത്ത് ഖളാഅക്കാതെ നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കല്ലടോ, നിങ്ങളെ പോലൊരു മനുഷ്യനായി പോയി. ഇല്ലെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേ,
എടാ ഇന്ന് ആകെ ഉള്ളത് ഒരു പെൺകുട്ടിയാ, ടെൻഷനാ, എങ്ങനെ കെട്ടിക്കും ഉസ്താദെ? ആകെ ഉള്ളത് ഒരു പെൺകുട്ടി, രാവും പകലും കിടന്നിട്ട് കഷ്ടപ്പെടാ ഒരെണ്ണത്തിനെ കെട്ടിക്കാൻ. എന്നാ നിന്റെ വാപ്പ 5 എണ്ണത്തിനെ കെട്ടിച്ചത് എങ്ങനാ? ഈ നിരന്നിരിക്കണ വാപ്പാമാരോട് ചോദിക്ക, നിനക്ക് 5 പെങ്ങന്മാരുണ്ടായിരുന്നു, നിന്റെ വാപ്പായ്ക്ക് ബാങ്ക് ജോലിയാ, ഏക്കർ കണക്കിന് വസ്തു ഉണ്ടായിരുന്നോ? വാപ്പ സൗദി അറേബ്യയിലെ ഭരണാധികാരിയുടെ പി ആയിരുന്നില്ലല്ലോ. നിന്റെ വാപ്പ 5, 6, 8 എണ്ണത്തിനെ കെട്ടിച്ചത് എങ്ങനെ? നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ടത് എങ്ങനെ നിങ്ങളുടെ വാപ്പമാര്? നല്ല തന്നിട്ടല്ലേ കെട്ടിച്ചു വിട്ടെ? സ്വർണവും പൈസയും തന്നിട്ട് കെട്ടിച്ചു വിട്ടല്ലോ. പിരിവിന് നടന്നിട്ട ഏതെങ്കിലും കമ്മിറ്റി ഓഫീസിൽ പരാതി കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരുന്നിട്ട് കെട്ടിച്ച് അല്ലല്ലോ. എങ്ങനെ പണ്ടുള്ളവരൊക്കെ മക്കളെ കെട്ടിച്ചു വിട്ടു? പണ്ടുള്ളവർ മക്കളെ കെട്ടിച്ചു വിട്ടു. അന്ന് മന്തിയില്ല, മട്ടനില്ല, ഒന്നുമില്ല. തിന്ന വയറ് നിറയുമായിരുന്നു. ഇന്ന് തിന്ന വയറ് നിറയണില്ല. എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിൽ പണ്ടൊരു കാര്യമുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പണ്ട് നമ്മുടെ വീടിന്റെ അകത്തൊരു കാര്യമുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തൊരു കാര്യമില്ല. എന്തേ കാര്യം? തന്റെ മക്കള് നിസ്കരിച്ചില്ലെങ്കിൽ തല്ലി നമസ്കരിപ്പിക്കാൻ, തന്റെ മക്കളെ മര്യാദ പഠിപ്പിക്കാൻ ഏത് വീടിന്റെ അകത്താണോ ഒരു വാപ്പ ഒരു വടിവെട്ടി വെച്ചിരിക്കുന്നത്, അള്ളാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് മക്കള് തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കാൻ, അവനെ നന്നാക്കാൻ നമ്മുടെ വാപ്പ വീടിന്റെ അകത്തൊരു വടിവെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ പണ്ടത്തെ വീടുകളിൽ ബർക്കത്തുണ്ടായത്. പണ്ടത്തെ വീടുകളിൽ ബർക്കത്തുണ്ടാകാനുള്ള കാരണം തന്റെ മക്കള് തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ, നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കാൻ നിന്റെ വാപ്പ ഒരു വടിവെട്ടി വീട്ടിന്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 5 പെൺമക്കളെ പിരിവെടുക്കാതെ നിന്റെ വാപ്പ കെട്ടിച്ചത്. ആ വാപ്പാടെ മോനായ നീ ഇന്ന് ഒരെണ്ണവേ ഉള്ളൂ, രാവും പകലും കിടന്ന് ഓടുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വീട്ടില് മക്കളെ തല്ലാൻ ഒരു വടിവെട്ടി വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഒന്ന് കൈവക്കിക്കുക, കാണട്ടെ. വീട്ടില് മക്കളെ നേരെയാക്കാൻ ഒരു വടിവെട്ടി വെച്ചിട്ടുള്ള ഏതെങ്കിലും വാപ്പ, അവിടെയും പരാജയം. പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? TV ഉള്ളവരൊക്കെ ഒന്ന് കൈവക്കാൻ പറഞ്ഞാൽ ഇപ്പൊ പൊക്കുന്ന കാണാം. വെച്ചോ ബർക്കത്തിന്. ഉസ്താദ് ചൂരലൊന്നും വാങ്ങി വെക്കാൻ പറ്റത്തില്ല. TV 2, 3, 4 ഉണ്ട്, മൊബൈലും ഉണ്ട്, ലാപ്ടോപ്പും ഉണ്ട്. എല്ലാം ശരിയായി. അള്ളാഹു ബർക്കത്ത് ചെയ്യും. കാത്തിരുന്നോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇനി നീ പറ, നിന്റെ വീടിന്റെ അകത്ത് പട്ടിണി വരുത്തിയതിന്റെ കാരണം നീ തന്നെയല്ലേ? നിങ്ങൾ തന്നെയല്ലേ? അല്ലാതെ മോഡി അണ്ണനല്ലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ മനസ്സിലായില്ലേ? നീ വിചാരിച്ചോ ആ ചങ്ങാതി എന്തിനാ കുറ്റം പറയണേ? എടാ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ നിന്റെ കുടുംബം ഇങ്ങനെ ആയത്. വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിച്ചാൽ കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. 2, 5 നന്മ പറയും 5 വഖത്തിന്. 5 വഖത്ത് നിസ്കരിക്കുന്നവന് അള്ളാഹു തരുന്ന 5 പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാ. ആരും വാച്ചി നോക്കണ്ട. ഇപ്പോഴേ എത്രയായി? ഇപ്പൊ സമയം 11:45. എത്രയായോ? 10:40. ഞാൻ എത്ര മണിക്കാ നിർത്താന്ന് പറഞ്ഞു? 11:11 നിർത്താന്ന് പറഞ്ഞു. 10:45 നിർത്താന്ന് പറഞ്ഞില്ലേ? കറക്റ്റ് ടൈമായി. 10:45 നിർത്താന്നല്ലേ പറഞ്ഞേ? പറയറോ? ഇപ്പൊ 10:45. എന്ത് വേണം? നിർത്തണോ പറയണോ? നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ 5 വഖത്ത് നിസ്കരിച്ച അല്ലാഹ് തരുന്ന പ്രതിഫലം പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? വേണമെന്നുള്ളവര് കൈപൊക്കിക്കേ. തത്തമ്മരെ എങ്ങനെ? പൈസ ചോദിക്കുമ്പോ ഇതുപോലെ പൊക്കിക്കോണല്ല. ഞാൻ പൈസ ചോദിക്കുമ്പോൾ ഈ ആത്മാർത്ഥത കാണണം കേട്ടോ. അപ്പൊ കുനിഞ്ഞിരിക്കരുത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല മരണം വേണമെന്ന് ആഗ്രഹിക്കുന്നവര് കൈപൊക്കിക്കേ. നല്ല മരണം. അവിടെ ഇരിക്കേണ്ട പെണ്ണുങ്ങൾ ഇനിയിപ്പോ എന്നാ പറഞ്ഞാലും പൊക്കൂല. ഞങ്ങൾക്കൊന്നും വേണ്ട ഉസ്താദ്, നിങ്ങളൊന്ന് വയൽ നിർത്തിയാൽ മതി. അത് അവരുടെ ആഗ്രഹം, കുഴപ്പമില്ല. നല്ല മരണം വേണം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു കത്തെഴുതി അയച്ചാൽ മതി, കിട്ടുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു കത്തെഴുതി കൊടുത്താൽ കിട്ടുമോ? ഉസ്താദെ, ഈ മദ്രസയുടെ 30 ലക്ഷവും ഞാൻ തരാം, വെള്ളിയാഴ്ച സുജൂദി കിടക്കുമ്പോ മരിക്കണം. കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അള്ളാഹു പറയുകയാ, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ തരാം നല്ല മരണം. അള്ളാഹ് ചില ഉമ്മമാര് പറയും, ഉസ്താദെ എന്റെ ഉമ്മ വിളിച്ചത് വെള്ളിയാഴ്ച രാവിലെ, എന്റെ വാപ്പ റമദാൻ 27 ഉസ്താദെ മരിച്ചേ. പറഞ്ഞിട്ടാ വിചാരിക്കുക അള്ളാഹ് ഇവന് സ്വർഗം കൊടുക്കുന്നു. നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച വാപ്പ രക്ഷപ്പെട്ട്, നിനക്ക് എന്നാ കിട്ടാനാ? നിനക്കൊന്നും കിട്ടത്തില്ല. നിനക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഈ വെള്ളിയാഴ്ച മരിച്ചു കാണിക്കുക.
എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു പറയുകയാണ്, എനിക്കാരും 5 നയാ പൈസ തരണ്ട, തലകുത്തി കിടക്കണ്ട. അല്ലാഹു പറയുന്നു, നല്ല മരണം വേണോ? ഞാൻ തരാ. ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാ. വല്ലാഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാ, പെങ്ങളെ, പല പെണ്ണുങ്ങളും വെള്ളിയാഴ്ച രാവിലെ മരിച്ചു കിടന്നപ്പോ നീ പോയിട്ട് അവളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞല്ലോ, മലക്കുകൾ അവിടെന്ന് സമാധാനിപ്പിക്കുകയാ, അവരവിടെന്ന് സമാധാനിപ്പിക്കുകയാ. ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമടാ പൊന്നുമോര്. ആ ഹുബൈബ് തങ്ങളോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, നിന്നെ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറലാ ഇലാഹ ഇല്ലല്ലാഹ്. വിളിച്ചു പറയടാ ഹുബൈബ്, എന്റെ പൊന്നുമോനെ. കഴുകുമരത്തില് തൂക്കുകയറിന്റെ അകത്ത് ഹുബൈബ് കിടക്കുമ്പോ ആ മുഖത്തെ ചിരി കണ്ടിട്ട് ശത്രുക്കള് പോലും അത്ഭുതപ്പെട്ടു പോയടാ പൊന്നുമോരി. അതുകൊണ്ട് നമസ്കരിച്ചാൽ അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം നല്ല മരണമാ, നല്ല മരണമാ. വാപ്പാ കഷ്ടപ്പെടുന്നത് വെറുതെയല്ല. രോഗം പിടിച്ച് കിടന്നിട്ട് നീ നിസ്കരിക്കുന്നല്ലോ, ഇതിനല്ല നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? ഇതിനല്ല നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണേ സഹാബ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണമല്ലോ. എങ്കിലും നമസ്കരിക്കുന്ന വാപ്പാ നിനക്കാള് വേണ്ട, നിസ്കരിക്കുന്ന പെങ്ങള്, നിസ്കരിക്കുന്ന ഉമ്മ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആള് വേണ്ട. ഈ ലോകത്ത് എവിടെ കിടന്ന് മരിച്ചാൽ നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ നിന്റെ കൂടപ്പറപ്പോ നിന്റെ കുടുംബക്കാരോ നിന്റെ കൂട്ടുകാരോ ഒരാളും വേണ്ട. പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കുണ്ടല്ലോ, മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. ആ മലക്കതാ റൂഹ് പിടിച്ചു, തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് മലക്കുകൾ കൊണ്ടുവച്ചു. ഇനി തൊണ്ടയിൽ നിന്ന് പിടിക്കാൻ പോവുകയാണ്. ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന അവസാന സമയം അതാ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചെവിയിൽ പറയുകയാ, പറവാപ്പാ പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായീൽ പറഞ്ഞു തരും പെങ്ങളെ, അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നമസ്കരിച്ച നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോ ഇത് 3ാമത്തെ പ്രതിഫലമാ, ഇത് 3ാമത്തെ പ്രതിഫലമാ. 4ാമത്തെ പ്രതിഫലമെന്ത്? ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കിടക്കുകയാണ്, മയ്യത്തടിക്കാൻ അനുവദിക്കുന്നില്ല. മയ്യത്ത് അവിടെ തന്നെ കെട്ടി തൂക്കിയിട്ടിരിക്കുക, ഒരാളെയും അടുത്തു പോകാൻ വിടുന്നില്ല, കാവല് നിൽക്കുകയാ. മണിക്കൂറുകൾ കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവേ, അവിടെ കടന്നു പുഴുത്ത് നാറട്ടെ എന്ന് പറഞ്ഞു മയ്യത്ത് അവിടെ തന്നെ തൂക്കിയിട്ടിരിക്കുകയാ. മുത്തുനബിക്ക് വല്ലാത്ത വിഷമമായി. ഒരു മുത്തുനബി ചോദിച്ചു, ആരാ? എന്റെ ഹുബൈബിനെ കബറടക്കുന്നത് ആരാ? ഒരു സഹാബി പറഞ്ഞു, ഞാൻ പോകാൻ നബിയെ, ഞാൻ പോകാൻ നബിയെ. ഈ സഹാബി ഇങ്ങനെ പോവാ. ഹുബൈബ് റളിയല്ലാഹു തആല മയ്യത്തഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ശത്രുക്കളൊക്കെ കാവല് നിൽക്കുന്നു, ശത്രുക്കളൊക്കെ കാവല് നിൽക്കുന്നു. അല്ലാഹുവേ, ഒരു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിങ്ങനെ ഓടി വരികയാണ്. ശത്രുക്കളുടെ ഭാഗത്ത് വന്നിട്ട് ഈ പെണ്ണ് ചോദിച്ചു, ഈ ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരൂ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല എനിക്ക് വെട്ടിത്തരുവോ? ശത്രുക്കൾ ചോദിച്ചു, ഈ ചത്തു കിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാവന്നെ? ശത്രുക്കൾ ചോദിക്കുക, ഈ ചത്തു കിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാ? മണിക്കൂറുകളായി ഇവന്റെ തല നിനക്ക് എന്തിനാ? ഈ പെണ്ണ് പറഞ്ഞു, അവന്റെ തല വെട്ടി പൊളിച്ച് ആ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാൻ. എന്നാ പറഞ്ഞേ?
പറഞ്ഞേ, ഇവന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാമെന്ന് ശപഥം ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കണേ. ആരാ വെട്ടിത്തരുന്നത്? വെറുതെ വേണ്ട, ഇവന്റെ തല വെട്ടിത്തരുന്നവന് എന്റെ ശരീരം ഞാൻ തരും. ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഈ ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നവന് എന്റെ ശരീരം ഞാൻ തരും. എന്റെ കൂടെ കടന്ന് സുഖിക്കാനുള്ള അവസരമാണ്. അല്ലാഹുവേ, ഊരിപ്പിടിച്ച വാള് കൊടുത്തുകൊണ്ട് ഓടുക. ഊരിപ്പിടിച്ച വാളും എടുത്തുകൊണ്ട് ഹുബൈബ് തങ്ങളുടെ തല വെട്ടാൻ പോയതാ എല്ലാവന്മാരും കൂടെ. ഈ സഹാബി പറയുന്ന ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി നടക്കുന്നത് എന്താണെന്നൊന്ന് കാണണമല്ലോ. മരത്തിന്റെ മുകളിലോട്ട് കയറുമ്പോ ഈ വാളും പിടിച്ചു പോയവന്മാര് മുഴുവനും ജീവൻ പറടക്കി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കബറടക്കി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ മരിക്കുന്ന സമയത്ത് അവസാനത്തെ മോഹം ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയെ കബറടക്കിയത് ആരാടാ? ചെറുപ്പക്കാരാ, നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം. ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, നിസ്കരിക്കുന്ന പൊന്നുമക്കളെ, ഒരു ദിവസം നിന്റെ വീട്ടുകാര് നിന്നെ താങ്ങിയെടുത്തു, വീടിന്റെ പുറകിൽ കൊണ്ട് കിടത്തി, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തുമല്ലോ. എന്നിട്ട് പടച്ചവനെ ചൂടുവെള്ളത്തിൽ നിന്നെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. എന്നിട്ട് ഉതുവെടുപ്പിച്ചു. അവസാനം വീടിന്റെ അകത്ത് ഒരുക്കിയിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ കൊണ്ടുപോയി നിന്നെ മലർത്തി കിടത്തുമല്ലോ. എന്നിട്ടല്ലാ സുഗന്ധം തേച്ച കുറച്ചു പഞ്ഞി എടുത്തിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങള് വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, എന്റെ വീട്ടുകാര് മുഴുവനും എന്നെ കുളിപ്പിച്ചു കൊണ്ടുപോയി വീടിന്റെ അകത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് കുറച്ചു പഞ്ഞികൾ എടുത്ത് എന്റെ മൂക്കിന്റെ ദ്വാരത്തിൽ വെച്ചു. ശരീരത്തിന്റെ ഭാഗങ്ങളിൽ പഞ്ഞി വെച്ചിട്ട് 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് എന്നെ എടുത്തു പൊതിഞ്ഞിട്ട് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു മലർത്തി കിടത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജനാസ കൊണ്ടുപോകുമല്ലോ. നമ്മുടെ ജനാസ കൊണ്ടുപോകുമല്ലോ. നമസ്കരിക്കുന്ന വാപ്പാ, നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഇവിടത്തെ പള്ളി തികയില്ലടാ നിന്റെ മയ്യത്ത് നമസ്കാരത്തിന്. ഇവിടത്തെ പള്ളിയിൽ സ്ഥലമില്ലടാ മോനെ. 5 വഖത്ത് നിസ്കരിച്ച ഉമ്മ, ഇവിടത്തെ പള്ളിയിൽ സ്ഥലമില്ല. കാലുകുത്താൻ പോലും സ്ഥലം കിട്ടൂല. അത്രയ്ക്ക് തിരക്കാ, അത്രയ്ക്ക് തിരക്കാ. നിന്റെ മയ്യത്ത് കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, കേന്ദ്രമന്ത്രിമാര് വരുന്നത് കൊണ്ടല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ എംപിയോ MLAയോ വരുന്നത് കൊണ്ടല്ല. പിന്നെ പള്ളിയും പരിസരവും നിറയാനുള്ള കാരണം എന്തെന്നറിയോ? വരുന്നതാരെന്നറിയോ? നമസ്കരിക്കുന്നവരുടെ മയ്യത്ത് കബറടക്കാൻ വരുന്നതാരെന്നറിയോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം കാണാത്ത, പാപം പറയാത്ത, പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വരുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, അല്ലാഹുവിന്റെ 70,000 മലക്കുകള് ഈ പള്ളിയും പരിസരവും നിറയുകയാണ്. നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ, നിന്നെ കബറടക്കാ. അതിനാടാ മരണമെന്ന് പറയുന്നത്, അതിനാടാ മരണമെന്ന് പറയുന്നത്. വെറുതെ മരിച്ചാ പോരാ, മരിക്കുമ്പോഴും VIP ആയിട്ട് മരിക്കണമടാ ചെറുപ്പക്കാരാ. വമിനന്നാസി മയ്യശിരീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്.
അതിനാണ് മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. ഉറങ്ങല്ലേ പെങ്ങള്, ഉറങ്ങല്ലേ ഉമ്മ. ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. 2 നല്ല മരണമാ. 3 മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരികയാണ്. 4മത്തെ പ്രതിഫലമെന്ത്? 70,000 മലക്കുകൾ നിന്റെ മയ്യത്ത് കബറടക്കാൻ വരികയാണ്. വൈബദങ്ങളെ കബറടക്കിയത് മലക്കുകളായിരുന്നു. 5മത്തെ പ്രതിഫലമെന്ത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവരെ ഞങ്ങൾക്കൊരു നല്ല മരണം തരണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഉറക്കം നടിക്കല്ലേ, കൈകെട്ടിയിരിക്കല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ ഹദീസ് നിനക്ക് ഓർമ്മ വരട്ടെ, മുത്തുനബി പറഞ്ഞ ഹദീസ് ഓർമ്മ വരട്ടെ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോക്കോ. ആ സമയത്ത് 1000 കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം കൊടുക്കുന്നതാ. 2 കിഡ്നിയും തകർന്നു പോയി. മാറ്റിവെക്കാം 30-35 ലക്ഷം രൂപയാണ്. ആ സമയത്ത് 500 രൂപ പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു ദുആ ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പം കൊടുക്കുന്നതല്ലേ. അസ്സദഖത്തു റത്തുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നിന്റെ നബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ബക്കറ്റിന്റെ അകത്ത് കോടിക്കണക്കിന് രൂപ ഇടണ്ട. ഒരു 10 രൂപ ഇഖ്ലാസോട് കൂടിയിട്ട നിന്റെ ക്യാൻസർ മാറുമല്ലോ, നിന്റെ കിഡ്നിയുടെ രോഗം മാറുമല്ലോ, നിന്റെ സർവ്വ രോഗങ്ങളും മാറുമല്ലോ, സർവ്വ സിഹറുകളും പോകുമല്ലോ, സർവ്വ മുസീബത്തുകളും പോകുമല്ലോ, സർവ്വ ദുരന്തങ്ങളും പോകുമല്ലോ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു സദഖയെടുക്ക്, ഒരു സദഖയെടുക്ക്. എന്നിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാഹ് അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. മനസ്സ് മറക്കരുത്, ഒരാളും മടി കാണിക്കരുത്. ഒരു സദഖ എടുക്കടാ പൊന്നുമോനെ. എടാ ആക്സിഡന്റ് പറ്റിയ കൈകാലുകൾ മുറിച്ചു കിടക്കുന്ന അവസ്ഥ പരിതാപകരമാ. അല്ലാഹു നിനക്ക് അങ്ങനെ ഒരു അപകടം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ഇട്ടാ അല്ലാഹ് നിന്നെ രക്ഷിക്കപ്പെടാ. ചെറുപ്പക്കാരാ, പെങ്ങള്, നൊന്തു പ്രസവിച്ച മക്കളുടെ മയ്യത്ത് കാണുക എന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസമാ. ഒരു ഉമ്മയ്ക്കും താങ്ങാൻ കഴിയാത്ത പ്രയാസമാ. പടച്ചവര് അങ്ങനെ ഒരു ഗതി അല്ലാഹു നിനക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടി മാറ്റാൻ ഈ 10 രൂപയ്ക്ക് കഴിയും പെങ്ങള്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ഇട്ടോ. കരുണക്കടലായ അല്ലാഹ് ഈമാൻ കൊടുക്കണേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ട് സദഖ ചെയ്യുന്നവര് നീ കൈവിടല്ലേ അല്ലാഹ്.